ഉറുദു ഗസലായിരുന്നല്ലോ അല്ലേ? ഉറുദു ഗസൽ അതെങ്ങനെയായിരുന്നു അവതരിപ്പിച്ച്? അതിന്റെ എത്ര പേരുണ്ടായിരുന്നു? മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? റിസൾട്ട്? അത്യാവശ്യം കുറെ പേരുണ്ടായിരുന്നു. ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അതെ ടൈറ്റ് ആയിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെക്കാളും കോമ്പറ്റീഷൻസും കഴിഞ്ഞ വർഷമൊക്കെ പങ്കെടുത്തിരുന്നു കലോത്സവം. കഴിഞ്ഞ കൊല്ലം സ്റ്റേറ്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ സ്ഥിരം ഒരു സാന്നിധ്യമാണ് കലോത്സവത്തില്. പേടിയൊക്കെ മാറിയിട്ടുള്ള ആളാ. ഇപ്പൊ എത്രയിലാ പഠിക്കുന്നേ? ഞാൻ ഇപ്പൊ 10th. ഇനി 2 വർഷം കൂടി ഉണ്ട്. അപ്പൊ എങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് അവതരിപ്പിക്കുമല്ലേ? आज देखा है तुझको देर के बाद, आज देखा है तुझको देर के बाद, आज का दिन गुजर न जाए कहीं, आज का दिन गुजर न जाए कहीं, तू भी दिल से उतर न जाए कहीं, नियत शौक भर न जाए कहीं, तू भी दिल से उतर न जाए कहीं, नियत शौक भर न जाए कहीं. ഈ ഉറുദു ഗസലല്ലാതെ തന്നെ നമുക്ക് ഭയങ്കര ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. വളരെ സൂത്തിങ് ആയിട്ട് നമുക്കിങ്ങനെ ആസ്വദിച്ചിരിക്കാൻ പറ്റും. ഈ ഉറുദു ഗസലിലോട്ട് വരുന്നത് എങ്ങനെയാണ് ശരിക്കും? അതിന് ഒരു ഇഷ്ടം തോന്നുന്നത് എങ്ങനെയാണ്? ഉറുദു ഗസലിനോട് എങ്ങനെയാണ് നമുക്കൊരു ഇഷ്ടം തോന്നുന്നത് എങ്ങനെയാ? അത് അതിൻ്റെ രീതി തന്നെയാണ്. അതായത് കമ്പോസിഷൻ, അതിൻ്റെ വരികൾ, അതിൻ്റെ മീനിങ് ഒക്കെ തന്നെയാണ് ഇതിൽ മെയിനായിട്ടും നമ്മളെ ആകർഷിക്കുന്നത്. മറ്റ് ഗസലുകളുടെ അതിൽ നിന്നൊരു വ്യത്യാസം എങ്ങനെ ഇതിന് വരുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടോ? അതോ ഈ ഭാഷയിലുള്ള മാത്രമുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ? വ്യത്യാസം എന്ന് പറയാൻ എല്ലാം വളരെ നല്ലൊരു എന്താ പറയുക, നല്ല കേൾക്കാൻ ഇമ്പമുള്ള രീതിയിൽ തന്നെയാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. എല്ലാതും ഓരോതും ഓരോ രാഗത്തിൽ തന്നെ നല്ല രസത്തിൽ തന്നെയാണ് കമ്പോസ്. എല്ലാം കേൾക്കാൻ ഒരു രസമാണ്. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോയിൽ വരുന്ന ആളുകൾക്കൊക്കെ നമ്മളിങ്ങനെ ഒരു അപ്പോൾ ഒത്തിരി സന്തോഷം. ഇനിയും മത്സരങ്ങളിൽ കാണാൻ കഴിയട്ടെ, മത്സരങ്ങളിൽ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ് കേട്ടോ.